രാവിലെ തന്നെ അമ്മ നല്ല ചൂട് ദോശയും അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള തക്കാളി ചട്നിയും കൂടി ആക്കി തന്നു. ആ ചൂട് ദോശയും ചട്നിയും കൂടി അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചു. ഈ കാണുന്ന സാധനം ഞാൻ പണ്ട് റൂമിൽ വെക്കാൻ വേണ്ടി ആക്കിയതായിരുന്നു. പക്ഷേ കുറച്ച് വാട്ടം തട്ടിപ്പെടുത്ത് പുറത്ത് വെച്ചതാണ്. അത് അങ്ങനെ അവിടെ തന്നെ ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ വന്നു. വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവനെയും കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഉച്ചയായി. പിന്നെ ചോറും കഴിച്ച് നല്ലൊരു ഉറക്കം. നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എണീറ്റ് കുളിക്കുന്നതിന് മുമ്പ് ആ മറ്റേ സാധനം എടുത്ത് ലെവലാക്കി വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വെച്ചു. അപ്പോഴേക്കും വൈകുന്നേരമായി. അച്ഛൻ വന്നു. അച്ഛനോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും ചേച്ചിയും അളിയനും കൂടി നേരെ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ ഇരിട്ടിയിലുള്ള കൈരാജ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കുറച്ച് നാളായി ചേച്ചി പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഞാനും അളിയനും ചേച്ചിയുടെ കൊച്ചും കൂടി നേരെ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ ഇരിട്ടി പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലെത്തി. 7 മണി വരെ നട തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തിക്കഴിഞ്ഞ് വഴിപാടിനുള്ള രസീതൊക്കെ മുറിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് കയറി. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തൊഴാൻ പറ്റി. അങ്ങനെ തൊഴുത് കുറിയൊക്കെ വാങ്ങി പോകാൻ നേരത്താണ് ശാന്തി പറയുന്നത് പ്രസാദം ഉണ്ട് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.